ആ സഞ്ചാരമാണ് ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികം ഈ വരുന്ന 2026 ഫെബ്രുവരി ആദ്യവാരത്തിൽ 4 മുതൽ 8 വരെയുള്ള തീയതിയിൽ ഒരു അന്താരാഷ്ട്ര സ്വഭാവത്തിലുള്ള സമ്മേളനം കുനിയിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടുകയാണ്. എല്ലാവരും അതിനോട് സഹകരിക്കണം. എല്ലാവരും അത് വിജയിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. അതിനു വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവരിൽ നിന്നുണ്ടാവണം. സമസ്തനെ സ്നേഹിക്കുന്നവരിൽ നിന്നുണ്ടാവണം. കണ്ണിയത്ത് ഉസ്താദിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരിൽ ഉണ്ടാവണം. മഹാനാവുന്ന ശൈഖുനാ ശംസുൽ ഉലമയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മറ്റുള്ള നമ്മളെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉലമാവിനോടും അതിൻ്റെ നേതാക്കന്മാരോടൊക്കെ ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ടതായ ഒരു ബാധ്യതയാണെന്ന് എല്ലാവരെയും ഉണർത്തിക്കൊണ്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സംരംഭം അള്ളാഹു കബൂൽ ചെയ്യട്ടെ. മഹാനാവുന്ന കണ്ണിയത്ത് ഉസ്താദ് അവരുടെ ദർജനെ അള്ളാഹു സുഖത്തിൽ ഉയർത്തി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവരുടെ മക്കളാവുന്ന കുഞ്ഞുമോനും അടുത്ത കുട്ടിയൊക്കെ ഇവിടെ ഉണ്ട്. അവർക്കൊക്കെ ഉള്ള ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുള്ള ഖൈറിനെയും ബർക്കത്തിനെയും അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കട്ടെ. അവരോടൊക്കെയുള്ള സ്നേഹവും ബഹുമാനമൊക്കെ നമ്മളൊക്കെ നിലനിർത്തണം. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിൻ്റെ മക്കളാണ്. അപ്പോൾ അവരെ സ്നേഹിക്കണം. അത് ഉസ്താദിന് സന്തോഷമായിരിക്കും. അപ്പോൾ ആ നിലക്ക് അവരോടൊക്കെ സ്നേഹവും ആദരവും ഒക്കെ ഉണ്ടായിക്കൊണ്ടിട്ട് ബഹുമാനമുള്ളവരെ, വന്യരായ ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവരുടെ ഉറൂസിനോടനുബന്ധിച്ചുകൊണ്ട് സംഘടിപ്പിക്കപ്പെട്ട അതിൻ്റെ സമാപന സദസ്സിലാണ് നമ്മളിവിടെ സംബന്ധിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ബഹുമാനപ്പെട്ടവരുടെ മക്കാം സിയാറത്ത് ചെയ്തു. ഇവിടെ പതാക ഉയർത്തപ്പെട്ടു. അങ്ങനെ ഈ പരിപാടിക്ക് ആരംഭം കുറിക്കപ്പെട്ടു. അന്ന് മുതൽ ഇന്നലെ വരെയുള്ള ദിവസങ്ങളിൽ ഒരുപാട് സംരംഭങ്ങൾ ഈ സ്റ്റേജിൽ വെച്ചുകൊണ്ട് നടക്കുകയുണ്ടായി. ഇവിടെ കൂടിയ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒന്ന്, മഹാനാവുന്ന കണ്ണിയത്ത് ഉസ്താദിൻ്റെ പേരിൽ നടത്തപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ ഈ കാണുന്ന ഹിഫ്ള് കോളേജും അതിനോട് ബന്ധപ്പെട്ടത്. വലീദ്ദീൻ ഫൈളി സൂചിപ്പിച്ചതുപോലെ ഈ സ്ഥാപനത്തിനെ സഹായിക്കേണ്ടവർ നമ്മളാണ്. അപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഈ സ്ഥാപനത്തിനെ സഹായിക്കണം. അങ്ങനെ ഈ സ്ഥാപനത്തിനെ സഹായിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അവരോടുള്ള ആ ഒരു മഹബത്തും സ്നേഹവും ഒക്കെ നമ്മൾ പ്രകടിപ്പിക്കണം. ആദരവ് നമ്മൾ പ്രകടിപ്പിക്കണം. അതിൻ്റെ ഒരു പ്രചോദനമാവട്ടെ ഇതുപോലുള്ള സദസ്സുകൾ എന്ന് ആദ്യമായി കൊണ്ടുണർത്തുക. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നമുക്കറിയാം, അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനായി. ഒരു യഥാർത്ഥ പണ്ഡിതനാണെങ്കിൽ അവൻ വലിയാവണം എന്നാണ്. അങ്ങനെയാണ് അവന് യഥാർത്ഥ പണ്ഡിതനാവുള്ളൂ. അവനെ ഹൃദയം വിശുദ്ധമായിരിക്കും യഥാർത്ഥ പണ്ഡിതന്മാരാവുമ്പോൾ. അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് അമ്പിയാക്കന്മാരിലേക്ക് അവൻ്റെ ഇൽമ് എത്തുക, ആ അമ്പിയാക്കന്മാരുമായുള്ള അവൻ്റെ ബന്ധം സുശക്തമാവുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസാത്തത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാധ്യമമായിട്ടാവണം അമ്പിയാക്കന്മാരോട് നമ്മൾ ബന്ധം സ്ഥാപിക്കേണ്ടത്. അങ്ങനെ ബന്ധം സ്ഥാപിച്ച് യഥാർത്ഥ ഒരു പണ്ഡിതനാണെങ്കിൽ അവനിൽ പൂർണ്ണമായ ഇസ്തിഖാമത്തിൻ്റെ സ്വഭാവങ്ങളുണ്ടാവും. ഹൃദയം വിശുദ്ധമായിരിക്കും, അവയവങ്ങൾ വിശുദ്ധമായിരിക്കും. വിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിക്കപ്പെട്ടതുപോലെ വദറുൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബതൻ, എല്ലാ നിലക്കുള്ള വൃത്തികേടുകളിൽ നിന്ന് ഒഴിഞ്ഞിക്കണം. അപ്പോൾ നമുക്ക് മാതൃകയാക്കപ്പെടാൻ പറ്റുന്ന സ്വഭാവ ഗുണങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ കണ്ണിയത്ത് ഉസ്താദൊക്കെ അതാണ്. അവർ വളരെ തുറന്നൊരു ഹൃദയത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ടവർ. ഹൃദയത്തിൽ എന്തെങ്കിലും വെച്ച് നാവുകൊണ്ട് പറയുന്ന ഒരു പരിപാടി ബഹുമാനപ്പെട്ടവർക്കില്ല. വളരെ സത്യസന്ധനാവുന്ന ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമ. ചതിയും വളവും വ്യക്തതയൊന്നും എന്താണെന്നുള്ളത് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന് അറിയില്ല. അത് ബഹുമാനപ്പെട്ടവരുടെ ആ
പിന്നെ സംസാരത്തിനും സ്വഭാവത്തിനും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. ഞാനും ചെറുപ്പത്തിൽ ഒരു അൽഫിയ ഫത്തുൽമീനൊക്കെ ഓതിയിരുന്ന കാലഘട്ടത്തിൽ ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും മൂപ്പരെ കാണാൻ വന്നു, കണ്ണീത്ത് ഉസ്താദൻ. അപ്പോൾ ഞങ്ങളോട് എന്താണ് കിതാബ് ഓതുന്നതെന്ന് ചോദിച്ചു. കിതാബിൻ്റെ പേരൊക്കെ പറഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞു, ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോകും, ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ ഞാനൊരു വലിയൊരു സമ്മാനം നൽകുമെന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പര് ആ നഹ്വിനോട് ബന്ധപ്പെട്ട ഒരു ഖായിദനെ പറ്റി ചോദിച്ചു. അള്ളാഹുവിൻ്റെ എന്തോ ഒരു തൗഫീഖ് കൊണ്ടിട്ട് എനിക്കതിന് മറുപടി പറയാൻ സാധിച്ചു. എൻ്റെ കൂടെയുള്ള സതീർത്ഥർക്ക് മറുപടി പറയാൻ സാധിച്ചില്ല. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ ആ സമ്മാനം നൽകാൻ പോവാണ്. എന്നിട്ട് എന്നെ സമീപത്തേക്ക് വിളിച്ച് എൻ്റെ തലയിൽ കൈവച്ച് പറഞ്ഞു, ബാറക്കല്ലാഹു ഫീ ഇൽമി, ഇൽമിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന്. ആ ഒരു ദുആന്റെ ഖബൂലിയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അമ്പിയാക്കന്മാരുടെ ദുആ അള്ളാഹു ഖബൂൽ ചെയ്യും. അവർ ദുആ സ്വീകരിക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരായി. അപ്പം അവരുടെ ആ ദുആന്റെ ഖബൂലിയത്ത് ഞാൻ മനസ്സിലാക്കണം. എൻ്റെ ജീവിതത്തിൽ വിശുദ്ധമായ ഇൽമ കൊണ്ട് ബന്ധപ്പെട്ട് ജീവിക്കാൻ എനിക്ക് ഒരു അവസരം നൽകപ്പെട്ടു. അതിൻ്റെ ഒരു കാരണം ബഹുമാനപ്പെട്ടവരുടെ ആ ദുആ തന്നെയാണ്. അപ്പോൾ അങ്ങനെ തുറന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് സംസാരിച്ചു. അങ്ങനെ പിന്നെ കുറേ ഉപദേശങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നു ചോദിച്ചാൽ, മഹാനാവുന്ന കണ്ണീത്ത് ഉസ്താദ് അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹാനായിരുന്നു. അവരായിട്ട് നേരെ കിതാബോധ്യ ബന്ധമൊന്നും എനിക്കില്ലെങ്കിലും ഞാൻ ചില കിതാബുകളൊക്കെ മൂപ്പരിൽ നിന്നിട്ട് അതിൻ്റെ ഇജാസത്തുകൾ വാങ്ങിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഫിഖ്ഹിലെ മഹല്ലി എന്ന് പറയുന്ന കിതാബ് ഇമാം മഹല്ലി തങ്ങൾ രചിച്ച കൻസുർ റാഗിബി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ എന്നോടന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, മഹല്ലി 4 ജുസുകളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ജുസ് ഒരു പ്രഗത്ഭനാവുന്ന ഉസ്താദിൻ്റെക്ക് ഓതണം എന്നാണ്. ഒരു ജുസ് ഒരു പ്രഗത്ഭൻ്റെ നിന്ന് ഓതണം. എന്നിട്ട് മൂപ്പരതിലുള്ള ചില പ്രത്യേകമാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അത് ആശയത്തിൽ വന്നെന്ന് തോന്നുന്ന പല പ്രയോഗങ്ങളും അതിൻ്റെ പദങ്ങളിൽ ചില വ്യത്യാസങ്ങളോട് കൂടെ പ്രയോഗിച്ചിട്ടുള്ള സ്ഥലങ്ങൾ, അതിന് ചില സ്ഥലങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്നോട് പറഞ്ഞു. അതേപോലെ ബഹുമാനപ്പെട്ടവരിൽ നിന്ന് ജമ്മുൽ ജവാമീൻ്റെ ഇജാസത്തും ഞാൻ വാങ്ങിയപ്പോൾ എന്നോട് പ്രധാനമായി പറഞ്ഞത്, അതിൽ മാത്തക്കദമി മാത്താഖരിയും ശരിക്കും മനസ്സിലാക്കും, മാസയത്തിയും. അതാണ് ജമ്മുൽ ജവാമി തിരിയാന്ന് പറഞ്ഞാൽ അതിൻ്റെ മാനദണ്ഡം. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ആ നിലയ്ക്ക് കിതാബിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി വന്ന് എല്ലാ കിതാബുകളും അതിൻ്റെ തഹ്ഖീഖോട് കൂടി ദർസ് നടത്താൻ കഴിയാം. അതൊരു പ്രത്യേക ഒരു കഴിവാണത്. നമ്മൾ ഇപ്പോൾ കിതാബുകൾ എല്ലാവരും ദർസ് നടത്തു, ഞാനും നിങ്ങളൊക്കെ ദർസ് നടത്തും. അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി വന്ന് അതിൽ ഓരോ കരിമത്തുകളെ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതായ പല വ്യത്യാസമാവുന്ന അർത്ഥങ്ങളുണ്ടാവും. അത് അതിൻ്റെ പ്രത്യേകമാവുന്ന അതിൻ്റെ പ്രയോഗങ്ങളും അതിൻ്റെ സാങ്കേതിക വാക്കുകളൊക്കെ അത് ഓരോ സ്ഥലത്തും അത് ശരിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിട്ട് അത് ദർസ് എടുത്ത് എന്ന വലിയ ഒരു ഉസ്താദുൽ അസാത്തിദ് എന്നൊക്കെ ഞാനിപ്പോഴും ഓർക്കുകയാണ്. മഹാനാവുന്ന നമ്മളെ ഉസ്താദ് മൂന്നൂർ പി കുഞ്ഞി മുസ്ലിയാർ ഒരു നബിദിന പരിപാടിയിൽ ബഹുമാനപ്പെട്ട കണ്ണീത്ത് ഉസ്താദും
ഷെയ്ഖുന ശംസുൽമയും ഇവർ രണ്ടാളും പങ്കെടുക്കുന്ന ഒരു സദസ്സായി. ഉസ്താദ് കുട്ടികളോട് അവിടെ ചുമരുമ്പിൽ എഴുതാൻ പറഞ്ഞു. അപ്പോൾ കണ്ണീത്ത് ഉസ്താദിനെ വെറും റയീസുൽ മുഹഖഖീൻ എഴുതിയപ്പോൾ ഉസ്താദ് വിളിച്ച് തിരുത്തി, അങ്ങനെയല്ല എഴുതേണ്ടത്, ഉസ്താദുൽ അസാത്തീദ് റയീസുൽ മുഹഖഖീൻ കണ്ണീത്ത് ഉസ്താദ് എഴുതണം. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഇത് നമ്മൾ ഈ അദബ് ബഹുമാനം എന്നൊക്കെ പറയണത് ശരിയായ നിലക്ക് ഇൽമ് ലഭിക്കപ്പെടണമെങ്കിൽ അത് വേണം. മഹാന്മാരാവുന്ന ഉസ്താദന്മാരോടുള്ള ബഹുമാനം, അവരെ ഉസ്താദന്മാരോടുള്ള ബഹുമാനം, അവരോടുള്ള ആദരവ്, ഇതൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ പഠിക്കേണ്ടത് മഹാന്മാരാവുന്ന ഉസ്താദന്മാരിൽ നിന്നാണ്. നമ്മളെ ഉസ്താദന്മാരെങ്ങനെയാണ് മഹത്തുക്കളാവുന്ന അവരെ ഉസ്താദന്മാരെയും, അല്ലെങ്കിൽ അവരെ ഉസ്താദന്മാരെയും, അല്ലെങ്കിൽ ഉസ്താദന്മാരുടെ ശരീക്കന്മാരെയൊക്കെ എങ്ങനെ ബഹുമാനിച്ചു, ഈ ബഹുമാനം എന്ന് പാടെ നമ്മളിൽ നിന്ന് ഇല്ലാതെയായിപ്പോയി. റസൂൽ പറഞ്ഞല്ലോ, ലാ യസാലുന്നാസു ഫീ ഖൈർ മാ തഫാദലൂത. പരസ്പരം അങ്ങും ഇങ്ങും ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് ജീവിക്കണ കാലത്തോളം. എല്ലാവരും ഒരേപോലെയല്ലോ, ചിലർക്ക് മറ്റു ചിലർക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ടാവും. ഉസ്താദിൻ്റെ മുമ്പ് ജനിച്ചു പോയി, അതുകൊണ്ടാണ് എനിക്ക് അയാളിൽ നിന്ന് ഓതാൻ സാധിച്ചത്. ഞാൻ അതിൻ്റെ മുമ്പ് ജനിച്ചിട്ടാണെങ്കിൽ എന്നിൽ നിന്ന് അയാൾ ഓതണമെന്ന് മനസ്സിലാക്കി വെച്ചാൽ അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ അങ്ങനെയാണ്. ഉസ്താദന്മാരെ ബഹുമാനിക്കണം എന്ന് പറയുമ്പോൾ അയാളെ ഉസ്താദായത് എന്തുകൊണ്ടാണ്? എൻ്റെ മുമ്പ് ജനിച്ചതുകൊണ്ടല്ലേ. നേരെ മറിച്ച് ഞാനന്ന് ജനിച്ചിട്ടാണെങ്കിൽ ഇയാളെ ഉസ്താദ് ചെയ്യാനാവുന്നു. അങ്ങനെ പല കുട്ടികളും പറയണത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഉസ്താദന്മാരോടുള്ള ബഹുമാനം, ആ ആദരവൊക്കെ പൂർണ്ണമായി മനസ്സിലുണ്ടായാലേ വിശുദ്ധമാവുന്ന ഇൽമ് നമ്മളെ ഹൃദയത്തിൽ കടന്നു തരുള്ളൂ. അതില്ലെങ്കിൽ ആലിമാവൂല എന്നല്ല പറഞ്ഞത്, ശരീഅത്തിൻ്റെ ഭാഷയിൽ അവൻ ആലിമല്ല. അങ്ങനെയാണ്. അവനോട് എന്തെങ്കിലും മസല ചോദിച്ചാൽ പറയാൻ കഴിയൂലെന്നോ, അല്ലെങ്കിൽ അവന് ദർശെടുത്താൻ കഴിയൂലെന്നൊന്നുമല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അദബ്, മര്യാദ, പൊരുത്തം എന്ന് പറഞ്ഞത് അതിനെ പൂർണ്ണമായും കൊണ്ട് അനുസരിച്ച് നിൽക്കണം. അത് ദീനിൻ്റെ ഒരു അടിസ്ഥാനമാണത്. ആ അടിസ്ഥാനത്തിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിനെ കെട്ടിപ്പടുക്കപ്പെട്ടുള്ളത്. അപ്പോൾ അത് ഉലായിക്കല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു മുഖ്തദി, അങ്ങനെ റസൂലുള്ളാഹിനുള്ള കൽപ്പന. അങ്ങനെ മറ്റുള്ള അമ്പിയാക്കന്മാരെക്കാൾ എത്രയോ ശ്രേഷ്ഠനല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവർക്കില്ലാത്ത പല ഖുസൂസിയത്തുകൾ, പല പ്രത്യേകതകൾ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള കൽപ്പന എന്താ? വിശുദ്ധമാവുന്ന ശരീഅത്ത്, ആ ശരീഅത്ത് നബിയെ തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടു. ഈ ശരീഅത്ത് മുൻകഴിഞ്ഞതായ അമ്പിയാക്കന്മാർ ഇവിടെ പ്രബോധനം ചെയ്ത ആ അടിസ്ഥാനപരമായ ഇസ്ലാം, അതിനെയാണ് നബിയെ തങ്ങൾ ഇവിടെ പ്രബോധനം ചെയ്യുന്നത്. ശരീഅത്തിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ പ്രബോധനം സാക്ഷാത്കരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, അത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? മുൻഗാമികളാവുന്ന പണ്ഡിതന്മാർ, പ്രവാചകന്മാർ, അവരെ ഈ ദൗത്യം നിർവഹിക്കുന്നതിൽ അവർ സ്വീകരിച്ചതായ ഏതെല്ലാം നിലപാടുകളും അടിസ്ഥാന കാര്യങ്ങളൊക്കെ ഉണ്ടോ, അത് പൂർണ്ണമായും കൊണ്ട് ഉൾക്കൊള്ളുകൊണ്ടാവണം നബിയെ തങ്ങളും ഈ ദൗത്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങേണ്ടത് എന്നാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഒരു പ്രത്യേകമാവുന്ന ഒരു നേതൃത്വ നിര, മരണപ്പെട്ടു പോയ മഹാന്മാരാവുന്ന നമ്മളെ അസാധ്യതത്തൊക്കെ, അത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുലുലമയായാലും ഷെയ്ഖുന കണ്ണീത്ത് ഉസ്താദാണെങ്കിലും ഇവരൊക്കെ എന്നും നമുക്ക് മാതൃകയാക്കപ്പെടാൻ പറ്റിയവരായിരുന്നു. അവർ പിന്നെ കണ്ണീത്ത് ഉസ്താദ് ഇവിടെ എന്തേ ചെയ്തു, ഒരു വല്ല കിതാബ് എഴുതിയിരിക്കണം, ശംസുലുലമ എന്ത് ചെയ്തു, വല്ലതും എഴുതിയിരിക്കണം എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അവർ കിതാബ് എഴുതുന്നതിനേക്കാൾ വലിയ പണിയാണ് അവർ ചെയ്തത്. അവർ ആ കിതാബിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് അത് ശരിക്ക് മനസ്സിലാക്കാൻ പറ്റിയതായ ശിഷ്യന്മാരവിടെ ഉണ്ടാക്കി തീർത്തു. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഈ സംഘടനയെ വളർത്തി വലുതാക്കിയവർ. ഇതാണ് ഇവർ രണ്ടാളും ചെയ്ത ഏറ്റവും വലിയ ഖിദ്മ ഇവിടെ. അപ്പം മഹത്താവുന്ന ഈ സംഘടന സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ പ്രസ്ഥാനത്തിനെ അവർക്ക് മുമ്പുള്ള ആളുകൾ അതിരവിടെ നട്ടുപിടിപ്പിച്ചു. അതിനക്ക് വെള്ളം ചേർത്ത് അതിനെ വളർത്തി വലുതാക്കിയവർ മഹാന്മാരാവുന്ന കണ്ണിയത്ത് ഉസ്താദും
മഹാനാവുന്ന ശൈഖുനാ ശംസുലുലമയും അവർ രണ്ടാളും അവരെ കൂടെ പ്രവർത്തിച്ചതായ മഹത്തുക്കളാവുന്ന നമ്മളെ പണ്ഡിതന്മാരൊക്കെ. അപ്പോൾ അവരെ ജീവിത രീതിയാണ് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടത്. അവരെങ്ങനെയാണ്, അവർക്ക് പല പ്രത്യേകമാവുന്നതായ പല സ്വഭാവ ഗുണങ്ങൾ അവർക്കുണ്ടായിരുന്നു. യഥാർത്ഥ ഒരു ആലിമിനുണ്ടാവേണ്ട സ്വഭാവ ഗുണങ്ങളുള്ളവരെന്ന് അവരൊക്കെ. അതാണ് തഖ്വ എന്ന് പറഞ്ഞത്. വത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ് എന്നല്ല. അപ്പോൾ തഖ്വയിൽ അധിഷ്ഠിതമാവുന്ന ജീവിതമായിരുന്നു അവരൊക്കെ നയിച്ചിരുന്നത്. അതുകൊണ്ടാണ് കണ്ണീത്ത് ഉസ്താദിനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടില്ല. എന്തെങ്കിലും പൈസ കൊണ്ടേ കൊടുത്താൽ തന്നെ അത് അധികം ഉണ്ടെങ്കിൽ ഇത് എന്തിനെ കൊടുത്തെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കും. നമ്മളിന്ന് അധികം ഉണ്ടെങ്കിലല്ല, നമ്മൾ കുറഞ്ഞാലാണ് ചോദിക്കുന്നത്. ഇതെന്ത് ഇത്ര കുറഞ്ഞെന്ന് ചോദിച്ചു. കുറഞ്ഞത് കിട്ടിയേക്കാണെങ്കിൽ അത് വൈകുന്ന എണ്ണി നോക്കിയിട്ട് രണ്ടാമത് തിരിച്ചു വന്ന് കമ്മിറ്റിക്കാർക്ക് ഇട്ട് കൊടുക്കണ ഒരവസ്ഥയാണ് ഇന്നത്തെ പണ്ഡിതന്മാർക്ക്. ഇതാണ് വ്യത്യാസങ്ങൾ. അപ്പം അവർ വലിയ വലിയ ആളുകൾ അവരോട് കൂടെ തന്നെ അവർ പരസ്പരം ബഹുമാനവും ആദരവും ഒക്കെ അവർ പൂർണ്ണമായി അത് കൈമുതലാക്കി കൊണ്ടിട്ട് അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവർ ജീവിച്ചു. അതാണ് ലാ യസാലുന്നാസു ഫീ ഖൈർ മാ തഫാദൽ. പരസ്പരം ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടായിക്കൊണ്ടിട്ട് ആ നിലക്ക് ജീവിക്കണ കാലഘട്ടത്തോളം ബാപ്പനെ മകൻ ബഹുമാനിക്കണം. അതെന്താ, ബാപ്പ ആദ്യം ജനിച്ചു, നേരെ മറിച്ച് ഞാൻ ആദ്യം ജനിച്ചിട്ടാണെങ്കിൽ ബാപ്പനെ ഞാൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ തഖ്ദീറാണ് നിൻ്റെ ബാപ്പ ആദ്യം ജനിക്കണം എന്നുള്ളത്. അപ്പോൾ ബാപ്പ നിന്നെ ഉണ്ടാക്കുകയും ചെയ്യും. നേരെ മറിച്ച് ഈ പറയുകയാണ് ബാപ്പ ആദ്യം ജനിച്ചുകൊണ്ടാണ് ഞാൻ ആദ്യം ജനിച്ചിട്ടാണെങ്കിൽ മൂപ്പരെ ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നമ്മളെ ബഹുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ രണ്ടാളും ഒരേ മാറിയിട്ടാണ്. അപ്പോൾ ഹും റിജാലു അനഹനു റിജാൽ എന്ന് പറഞ്ഞല്ലോ. നമ്മൾ പോലൊക്കെ ആണുങ്ങളെ നിന്ന് മഹാന്മാരാവുന്ന അയിമ്മത്ത് മുജിത്തഹീദീങ്ങളെ പോലെ തന്നെയാണ് ഞങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഇത്യാദി ഇത് പറയാൻ കഴിയുമെന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുക. അത് തെറ്റാണ്. നമ്മൾ എപ്പോഴും നമ്മൾ മഹാന്മാരാവുന്ന മുൻകഴിഞ്ഞതായ അതാണ് നമ്മളെ അടിസ്ഥാനം. നമ്മളെത്ര വലുതായി വലിയ വലിയ സ്ഥാനത്തെത്തിയാലും ഈ അടിസ്ഥാന തത്വത്തിലല്ല നമ്മൾ ജീവിച്ചു പോരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വളർച്ച അത് ദീനിൻ്റെ വളർച്ച അല്ല നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ആ നിലക്ക് ബഹുമാനപ്പെട്ട കണ്ണീത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരോട് ബന്ധപ്പെട്ടവർക്ക് അറിയാം. പ്രത്യേകിച്ച് ഈ പ്രദേശത്തിലേക്ക് പ്രത്യേകം അറിയാം അവരുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു, അവരുടെ ഇബാദത്തിൻ്റെ സ്വഭാവങ്ങൾ എങ്ങനെയായിരുന്നു, അവരുടെ ദർസ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞോളണമെന്നില്ല. അവരുടെ ദർസ് പല പ്രാവശ്യം കേട്ട ആളാണ്. ചില ദർസിലൊക്കെ ഞാൻ കൂടിയിരുന്നിട്ടുണ്ട്. മൂപ്പരത്ത് നേരത്തെ കിതാബ് ഓതിയിട്ടില്ലെങ്കിലും ആ ദർസ് കേട്ടിട്ടുണ്ട്. മൂപ്പര സമ്മതത്തോടു കൂടി തന്നെ ദർസിരുന്ന് ഒരു ദിവസം 2 ദിവസമൊക്കെ മെനക്കെട്ടിട്ടുണ്ട് മൂപ്പരൊരു ഉസ്താദിയത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് റയീസുൽ മുഹഖിഖീൻ എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും ശരിയാണത്. അവരെ കാലഘട്ടത്തിൽ ജീവിച്ചതായ മുഹഖിഖീങ്ങളാവുന്ന അയിമ്മത്തിൻ്റെ ഉസ്താദന്മാരുടെ റയീസ് തന്നെയായിരുന്നു അവർ. അവരെ ഏറ്റവും വലിയ ഗുണമാണ് എന്തെങ്കിലും പറയുമ്പോൾ ഒരു കിതാബിൽ തന്നെ എന്തെങ്കിലും പേച്ചു പറഞ്ഞു നിൽക്കുക, അല്ലെങ്കിൽ ഒരു മസാല പേച്ചു പറഞ്ഞു നിൽക്കുക, എന്നാൽ ഉടനെ തന്നെ അത് തിരുത്തും മൂപ്പര്. അത് സാധാരണ പണ്ഡിതന്മാർക്കില്ലാത്തൊരു സ്വഭാവമാണത്. തിരുത്തിയാൽ നമ്മൾ ചെറുതാവുമെന്ന് തോന്നും. അപ്പം അത് എന്തെങ്കിലും അങ്ങനെ തിരുത്തപ്പെടേണ്ട ഒന്നുണ്ടെങ്കിൽ അതാര് പറഞ്ഞാലും അത് സ്വീകരിച്ചുകൊണ്ട് അത് തിരുത്തുന്ന സ്വഭാവം ബഹുമാനപ്പെട്ട കണ്ണീത്ത് ഉസ്താദിനുണ്ടായിരുന്നു. അത് അവർ പറഞ്ഞ പല മസാലകളും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അതിന് അതൊരു തിരുത്തപ്പെടേണ്ട ഒന്നാണെന്ന് മൂപ്പർക്ക് തോന്നിയാൽ, അല്ലെങ്കിൽ ആരെങ്കിലും മൂപ്പരോട് അത് നിർദ്ദേശിച്ചാൽ, അത് ചെറിയ കുട്ടി പോയി പറഞ്ഞാലും അത് ശരിയാണെന്ന് മനസ്സിലായാലും മൂപ്പർ തിരുത്തും. ഇതല്ലേ ഒരു പണ്ഡിതൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞത്. അപ്പം അത് ഒരു പണ്ഡിതനുണ്ടാവേണ്ട എല്ലാ ഗുണങ്ങളും അത് ബഹുമാനപ്പെട്ട കണ്ണീത്ത് ഉസ്താദിനുണ്ടായിരുന്നു. അവരെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും നമുക്ക് അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തപ്പെടേണ്ട വജഅൽനാഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ നമ്മൾക്ക് മാതൃകയാക്കപ്പെടാൻ പറ്റണ, നമ്മൾക്ക് ജീവിതത്തിൽ നിന്നുള്ള ഓരോ നിമിഷങ്ങളും ഒപ്പിയെടുത്തുകൊണ്ടിട്ട് നമ്മളെ ജീവിതത്തിൽ പകർത്താൻ പറ്റിയ സ്വഭാവ ഗുണങ്ങളായിരുന്നു അവരിലുണ്ടായിരുന്നത്. ഇതാണ് മഹാന്മാരാവുന്ന പണ്ഡിതന്മാരിൽ ഉണ്ടാവേണ്ട സ്വഭാവ ഗുണങ്ങൾ എന്ന് പറയുന്നത്. പണ്ട് ഞാനൊരിക്കൽ ഒരു സംഭവം, ഞാൻ ഇവിടെ പല പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവും ഉറൂസിനെ പറ്റി അതിൻ്റെ ആധികാരിക രേഖകളൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചപ്പോൾ അതൊന്നും ഞാൻ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു സമ്മേളനം, പിന്നെ തിരൂർ താലൂക്കിൻ്റെ സമ്മേളനം വേങ്ങര വെച്ചുകൊണ്ട് നടന്നു.
അന്ന് വേങ്ങരയൊക്കെ തിരൂർ താലൂക്കിലായിരുന്നു. ഞാനൊരു 10-17 വയസ്സായ ഒരു ആളാണ്. ഞങ്ങൾ കുറേ ചെറുപ്പക്കാർ അന്ന് നമ്മളെ ഒരു വിദ്യാർത്ഥി സംഘടനയോടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അന്ന് ഞങ്ങൾ മഹാനാവുന്ന കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസുള്ള, മഹാനാവുന്ന ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസുള്ള, ഇവർ രണ്ടാളും ആ യോഗത്തിന് വന്നു. അവരാ പള്ളിൻ്റെ മുകളിൽ ആ ചെരുവിൻ്റെ ഭാഗത്തിരുന്നു കൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അന്ന് അവിടെ സ്പീക്കറിനെ പറ്റി പ്രസംഗിക്കണം. സ്പീക്കറിൽ കുത്തുബോധിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ ചില ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അതിനെപ്പറ്റി അവിടെ ആ വിഭാഗക്കാർ കുറച്ചുള്ള സ്ഥലം കൂടിയാണ്. അപ്പോൾ കണ്ണിയത്ത് ഉസ്താദിനോട് ശൈഖുന പറഞ്ഞു, ഇവിടങ്ങളും നിങ്ങൾ അധ്യക്ഷ പ്രസംഗത്തിൽ സ്പീക്കറിനെ പറ്റി നല്ലോണം പറയണം. അപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് വളരെ നിഷ്കളങ്കൻ, മൂപ്പരുടെ സ്വഭാവം അങ്ങനെയുള്ള, മൂപ്പർ അപ്പം തന്നെ തുടങ്ങി പറയൽ സ്പീക്കറിനെ പറ്റി. അങ്ങനെ സ്പീക്കറിന് അതിനോട് ബന്ധപ്പെട്ട എന്താണ് സദ, നിങ്ങൾക്കിപ്പോൾ നാടന്മാർക്കത് പറഞ്ഞാൽ ഈ മറുശബ്ദം എന്ന് പറഞ്ഞാൽ എന്താ, അതൊക്കെ പറ്റി മൂപ്പരിങ്ങനെ പറയാം. ഷറഉൽ മവാഖിഫിൻ്റെ ഇബാറത്തുകളൊക്കെ എടുത്ത് പറയാൻ തുടങ്ങി. ഞാൻ ഷറഉൽ മവാഖിഫ് മുതാല ചെയ്യാൻ തന്നെ കാരണം അന്ന് മഹാനാവുന്ന ശൈഖുന ശംസുൽ ഉലമയും ശൈഖുന കണ്ണിയത്ത് ഉസ്താദും തമ്മിൽ സംസാരിക്കുമ്പോൾ കണ്ണിയത്ത് ഉസ്താദ് ഷറഉൽ മവാഖിഫും ഷറഉൽ മഖാസിദൊക്കെ പറഞ്ഞു. ഷറഉൽ മവാഖിഫിലുള്ള ഇബാറത്തുകൾ വായിച്ചുകൊണ്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ ഷറഉൽ മവാഖിഫ് ഒന്ന് മുതാല ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. അന്ന് ഞങ്ങളുടെ നാട്ടിലെ പള്ളിയിൽ ഷറഉൽ മവാഖിഫ് ഉണ്ടായിരുന്നേനും ഇന്നുകൊണ്ട് ചെറുമുക്കിലെ പള്ളിയിൽ കാണാം. അപ്പം അന്ന് കണ്ണിയത്ത് ഉസ്താദ് വർത്താനം പറയുന്നതിനിടയിൽ മൂപ്പർക്ക് തുപ്പാൻ തോന്നി. ഞാനിപ്പോൾ എപ്പോഴും ഇവിടെ ഈ സ്ഥലത്തൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പം തുപ്പാൻ മൂപ്പർക്ക് തോന്നിയപ്പോൾ മൂപ്പര് ആരോ കുട്ടികളോട് അവിടെയുള്ളവരാണ് എനിക്ക് തുപ്പണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുട്ടി, ഞങ്ങളെ പ്രായക്കാരനായ ഒരുത്തൻ ഓടിപ്പോയി കണ്ണിയത്ത് ഉസ്താദിന് ഖിദ്മത്തല്ലേ എന്ന നിലക്ക് അവൻ പള്ളിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള ജനൽ തുറന്നു കൊടുത്തു. ആ ജനല തുറന്നു കൊടുത്തപ്പോൾ ആ ജനാലിൻ്റെ അടുത്ത് ഇങ്ങനെ കണ്ണിയത്ത് ഉസ്താദ് എത്തിയിട്ട് അവനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഈ ഖിബിലിൻ്റെ ഭാഗത്തേക്ക് എന്നെ തുപ്പിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ ഹിഫ്ള് ചെയ്യും എന്ന് പറഞ്ഞ് അവനൊരു അടി കൊടുത്തു. അത് വന്നൊരു ബർക്കത്താണ്, നമ്മളങ്ങനെ മനസ്സിലാക്കേണ്ടത്. കണ്ണിയത്ത് ഉസ്താദിൻ്റെ ഒരു അടി കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ബർക്കത്ത് തന്നെയാണ്. അവനക്ക് ഒരു അടി കൊടുത്തിട്ട് അവനോട് പറഞ്ഞു, ചിലപ്പോൾ അതൊരു പൊട്ടത്തരാണെന്ന് നിങ്ങളൊക്കെ വിചാരിക്കും. കണ്ണിയത്ത് ഉസ്താദിൻ്റെ അടിയിട്ടല്ല അതൊരു ബർക്കത്താണെന്ന് പറഞ്ഞത് എന്ത് പൊട്ടത്തര ഇയാൾ പറയുന്നത്, അതൊരു ബർക്കത്ത് തന്നെയാണ്. അത് പിന്നെ പറയാം അത് ബർക്കത്താണോ അല്ലേ എന്നുള്ളതൊക്കെ അത് ഇസ്ബാത്ത് ചെയ്യാനുള്ള ദലീലുകളൊക്കെ എൻ്റെ അടുത്തുണ്ട്. ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കല്ല. അങ്ങനെ അവനോട് പറഞ്ഞു, ഈ പള്ളിൻ്റെ ഈ ഖിബിലിൻ്റെ ഭാഗത്തേക്ക് എന്നെ തുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാലും ഇടോ അള്ളാഹ് എന്നെ കാക്കും, അള്ളാഹിൻ്റെ പ്രത്യേകമാവുന്ന ഹിഫ്ള് എനിക്കുണ്ട്, അതുകൊണ്ട് മൂപ്പരാണ്ട് തുപ്പിയില്ല. അപ്പം നോക്കണം, നമ്മൾക്കൊക്കെ ഇപ്പോൾ തുപ്പാൻ ഏതാ സ്ഥലം നോക്കലുണ്ട്, നമ്മൾ ഇട്ടോടത്തേക്കൊക്കെ തുപ്പും, ഏത് ഭാഗത്തേക്കാണെങ്കിലും തുപ്പും, അങ്ങനെയല്ലേ ഇപ്പം നമ്മൾ തുപ്പല്. അപ്പോൾ ഒരു തുപ്പുമ്പോൾ സ്വീകരിക്കേണ്ടതായ ശറഈയാവുന്നതായ ഒരു അദബ് മഹാനാവുന്ന ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ മൂപ്പര കാലഘട്ടത്തിൽ വലിയ എന്ന് പറഞ്ഞ ഒരുത്തനെ കാണാൻ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര ഇഷ്യന്മാരിലൂടെ ചെന്നപ്പോൾ ഒരു ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ വലിയ ആളാണ്. ജുനൈദുൽ ബഗ്ദാദി നമുക്കറിയാലോ, ഷെയ്ഖു തായിഫത്ത് എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്ന ആളാണ്. മൂപ്പര് ഇയാൾ ചെന്നപ്പോൾ ഈ വലിയ എന്ന് പറഞ്ഞ ആൾ പടിഞ്ഞാട്ട് ഇങ്ങനെ പടിഞ്ഞാട്ടല്ല പടിഞ്ഞാറാണ് ആവണമെന്നില്ലല്ലോ, ഖിബിലിൻ്റെ ഭാഗത്തേക്ക് തുപ്പുകയാണ് കണ്ടത്. അപ്പോൾ മൂപ്പര് സലാം ചെല്ലാതെ തന്നെ പോകുന്നു എന്ന് പറഞ്ഞു. മൂപ്പരൊപ്പമുള്ള ഇഷ്യമാർ ചോദിച്ചു മൂപ്പരോട്, നിങ്ങൾ എന്തേ സലാം ചെല്ലാഞ്ഞെന്ന് വെച്ച്. എങ്ങനെയാടാ ഓനക്ക് സലാം ചെല്ലാം, ഓൻ വലിയ എന്നൊക്കെ പറഞ്ഞു. വലിയൻ്റെ സ്വഭാവം നല്ല അവനിലുള്ളത്, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാണിക്കേണ്ട ഒരു അദബുണ്ട്. ആ അദബിൻ്റെ മോൻ എന്താക്കണില്ല, അത് ശ്രദ്ധിക്കണില്ല. പിന്നെ എങ്ങനെ ഓനെ നമ്മൾ വിശ്വസിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പം യഥാർത്ഥ ഒരു വലിയക്കുണ്ടാവേണ്ടത് ശരീഅത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടി സഞ്ചരിക്കുക എന്നുള്ളതാണ്. അതല്ലാത്ത ഔലിയാക്കന്മാരുണ്ടാവും, അവർ മജ്ദൂബീങ്ങളാവുന്നു, ഒമിൻഹും ഖൗമും ബഹാരിയിൽ, അങ്ങനത്തെ ചില ആളുകളുണ്ടാവും. തക്ലീഫിൻ്റെ ലോകത്താവൂല അവർ. പക്ഷെ അവരെ നമുക്ക് പിൻപറ്റാൻ പറ്റൂല. ഫലായസ്യു തിബാഉ, അവരോട് പിൻപറ്റാൻ പറ്റൂല. പക്ഷേ അവരോട് നമുക്ക് ദ്വാരക്കാൻ പറയാം, കുഴപ്പമില്ല. അവർ വലിയ മഹാന്മാരായിരിക്കും. പക്ഷേ അവർ അള്ളാഹുവിൻ്റെ വഹദത്തിനെ പറ്റി ആലോചിച്ചു. അങ്ങനെ ആലോചിച്ച് അവർ എന്തായിപ്പോയി, ഈ തക്ലീഫിൻ്റെ ലോകത്ത് പറ്റെ അവർ
വിട്ടുപോയി. അപ്പോൾ അവരോട് തെക്ലീഫില്ല എന്നെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവർ നിസ്കരിച്ചില്ല, നോമ്പോറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ നമുക്ക് പറ്റൂല. പക്ഷേ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ ശരിയായ, അവരും ഔലിയാക്കന്മാരായിരിക്കും. പക്ഷേ ചില ഔലിയാക്കന്മാർ അവരിലുണ്ടാകുന്ന സ്വഭാവങ്ങൾ അത് ഉണ്ടാവേണ്ടത് അത് ഇസ്തിഖാമത്താണ്. അതാ ഇരിക്കുക, അതായത് ശരീഅത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടി സഞ്ചരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് മഹാന്മാരെ കറാമത്ത്, ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഖാമത്തിൻ്റെ മേൽ നിന്നു പോരലാണ്. രണ്ട് ജാതിയാണ് കറാമത്ത്, മഅനവിയായ കറാമത്ത്, ഹിസ്സിയായ കറാമത്ത്. അപ്പം എന്തെങ്കിലും ബാഹ്യമായ അത്ഭുതങ്ങൾ കാണിക്കാന്നുള്ളതല്ല. ആ അത്ഭുതങ്ങൾ പലർക്കും കാണിക്കാം, അതിന് വലിയാവണമെന്നില്ല, അതിന് നബി ആവണമെന്നില്ല. പലരിന്നും കാണും, ശൈത്താനെ സേവിച്ചവരും പല അത്ഭുതങ്ങൾ കാണിക്കും, പേര് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ കാണിക്കുന്നതിൻ്റെ. അത് വലിയൻ്റെക്ക് ഉണ്ടാകുമ്പോൾ കറാമത്ത് എന്ന് പറയും. പക്ഷേ വലിയൻ്റെക്ക് നബിൻ്റെക്ക് നോക്കണ്ട. അവിടെ എന്താ, ഒരു സംഭവത്തെ പറ്റി യഥാർത്ഥത്തിൽ ലൗഹിൽ എങ്ങനെയാണോ അള്ളാഹു രേഖപ്പെടുത്തിയത് അതുപോലെയായിരിക്കും അവർ ആ സംഗതികളോട് ബന്ധപ്പെട്ടുകൊണ്ട് അവർ ചെയ്യൽ. അങ്ങനെയാണ് ഇപ്പോൾ മഴ ഉണ്ടാവും എന്ന് പറഞ്ഞു. മഴ ഉണ്ടാവും എന്ന് ഇവിടെ ശാസ്ത്രജ്ഞന്മാർ മഴ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ? ചില നക്ഷത്രങ്ങൾ നോക്കിയിട്ട് ചിലർ മഴ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ? റസൂൽ തന്നെ പലതും ഇതാൻസാത്ത് പിന്നെ ബഹരിയത്തുൻ ഫതശാമത്ത് ഫത്തിൽക്കായിരുന്നു ഓതിയേക്കാന്ന് റസൂൽ. ചില അടയാളങ്ങൾ നോക്കിയിട്ടും പറയാൻ കഴിയും. ഇലാഹിയായ നിലക്ക് അതിനെ ലോഹയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും എപ്പോൾ മഴ ഉണ്ടാവും. അത് നോക്കിയിട്ട് മഹാന്മാർക്ക് പറയാൻ കഴിയും. അത് നോക്കി എങ്ങനെ പറയാമെന്ന് ചോദിച്ചാൽ അതിൻ്റെതായ മാധ്യമങ്ങളുണ്ട് നോക്കി കാണാനുള്ള. അത് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാവിൻ്റെ കൈവശം ഉണ്ടാവും, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ കൈവശം ഉണ്ടാവും. ഇപ്പോൾ തബൂക്ക് യുദ്ധത്തിൽ നിന്ന് റസൂൽ പറഞ്ഞു, ലാ യഖ്റുജന്ന അഹദ്, ഒരാളും പുറത്തു പോകരുത്. എന്താ കാരണം? തൊഹുബുല്ലൈലത്തരീഹുൻ ശദീദാന്ന, ഇന്ന് ശക്തമായ കാറ്റടിച്ചു എന്ന. വൽ യഅഖിൽ കുല്ലുൻ ബഈറഹു, ഓരോരുത്തരും ഒട്ടകത്തിലെ ശക്തമായി കെട്ടിട്ടോട്ടെ എന്ന് പറഞ്ഞു. ഒരാൾക്ക് തോന്നി എന്താ ഇറങ്ങിയാൽ റസൂൽ കാറ്റടിച്ചു എന്ന് പറഞ്ഞാൽ ആ ഡിഗ്രിക്ക് കാറ്റടിച്ചു. ഇവിടെ ശാസ്ത്രജ്ഞന്മാരും പിന്നെ കാലാവസ്ഥ നിരീക്ഷകരും കാറ്റടിച്ചു എന്ന് പറഞ്ഞാൽ അടിക്കും ചെയ്യുക, അടിക്കാതിരിക്കും ചെയ്യാം. റസൂൽ പറഞ്ഞാൽ അങ്ങനെയല്ല, അത് അടിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ പറഞ്ഞാൽ അത് അടിക്കുക തന്നെ ചെയ്യും. കാരണം ശരിയായ വലിയാവണം. അവർ പറഞ്ഞാൽ അവരത് പറയണത് ഇലാഹിയാവുന്നതായ അതിൻ്റെതായ പിന്നെ ചില പ്രത്യേകമാവുന്ന അതിൻ്റെ ടൈം ടേബിൾ ഉണ്ട്. ആ ടൈം ടേബിളിലേക്ക് നോക്കിയിട്ടാണ് അവർ പറയുന്നത്. അതാണ് റസൂൽ പറഞ്ഞത്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസല്ലേ, തുഹുബുല്ലൈലത്തരീഹുൻ ശദീദത്തുൻ, ശക്തമായ കാറ്റടിച്ചു എന്ന് റസൂൽ പറഞ്ഞു. അതേ ഡിഗ്രിയിൽ കാറ്റടിച്ചു. ഒരാൾക്ക് തോന്നി എന്താ പുറത്തു പോയാൽ എന്ന്. ഒരാൾ പുറത്തു പോയപ്പോൾ എന്താ സംഭവിച്ചത്? ഫഅൽഖതുഹു റീഹു അലാ ജബലി തൊയ്യീൻ, തൊയ്യ് പർവ്വതത്തിൽ കാറ്റ് അയാളെ കൊണ്ടുപോയിട്ടു. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്. അപ്പോൾ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാവും അമ്പിയാവും ഒക്കെ അവർ എന്താവും അറിയോ? അവർ അദൃശ്യമായ കാര്യങ്ങളെപ്പറ്റി അവർക്ക് പറയാൻ കഴിയും, അവർക്ക് പല അത്ഭുതങ്ങളും കാണിക്കാൻ കഴിയും. പക്ഷേ അത്ഭുതങ്ങൾ കാണിക്കുന്നതുകൊണ്ടല്ല അവരെ വിലായത്തിന് നുബുവത്തിയൊന്നും നമ്മളെന്താക്കേണ്ടത് അടിസ്ഥാനപ്പെടുത്തും. അവർ ശരീഅത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടിയാണോ അവർ സഞ്ചരിക്കുന്നത്? അതാണ് ശരീഅത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹ് അവർ സഞ്ചരിച്ചത്. അവരോട് ബന്ധപ്പെട്ട പല അത്ഭുതങ്ങളും പല കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ പറയാൻ കഴിയും. പക്ഷെ അത്ഭുതം പറഞ്ഞും കൊണ്ടോ ആ കറാമത്തുകൾ പറഞ്ഞുകൊണ്ടോ വലുതാക്കല്ല വേണ്ടത്. ശരിയായ ഇസ്തിഖാമത്തിൻ്റെ മേൽ നിന്നുപോരുന്ന ആളാണോ അല്ലേ, അതാണ് യഥാർത്ഥ മാനദണ്ഡം. ആ ഒരു സ്വഭാവമായിരുന്നു ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനുണ്ടായത്. അതായത് വാഹിറും ബാത്തിനൊക്കെ ഒരുപോലെ. എന്തെങ്കിലും ഒരു കാപ്പട്യം ബഹുമാനപ്പെട്ടവരെ ഹൃദയത്തിലില്ലായിരുന്നു, എന്തെങ്കിലും ആരെങ്കിലും പരിഹസിക്കണ സ്വഭാവം ബഹുമാനപ്പെട്ടവർക്കില്ലായിരുന്നു. അങ്ങനെ ശരീരത്തിൻ്റെ ആ ശരിയായ റൂട്ടിൽ കൂടി യഥാർത്ഥ ഒരു പണ്ഡിതനക്ക് ഉണ്ടാവേണ്ട ഏതെല്ലാം സ്വഭാവ ഗുണങ്ങളുണ്ടോ അത് പൂർണ്ണമായും കൊണ്ട് സമ്മേളിച്ചതായ ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്. അങ്ങനത്തെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അവർ വലിയ വലിയ ഉസ്താദന്മാർക്ക് ഇവിടെ ജന്മം നൽകി, വലിയ വലിയ ഉസ്താദന്മാർക്ക് അവർക്ക് കിതാബ് ഓതി കൊടുത്തുകൊണ്ട് വലിയ വലിയ പണ്ഡിതന്മാരവിടെ ഉണ്ടാക്കി തീർത്തു. അവർ പിന്നെ എല്ലാ ഇൽമിൻ്റെ എല്ലാ മേഖലയും എല്ലാ നിലക്കുള്ള ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ള മഹാനായിരുന്നു. നമ്മൾ ശൈഖുനാ ശംസുൽമനെ പറ്റിയൊക്കെ പറയണമായിരിക്കും, അങ്ങനെ പറയലുണ്ടല്ലോ. മൂപ്പര് തഫ്സീർ ദർസ് നടത്തുമ്പോൾ മുഫസ്സിറാണോ എന്ന് തോന്നുന്നു, ഹദീസ് ദർസ് നടത്തുമ്പോൾ മൂപ്പര് ഒരു മുഹദ്ദീസാണോ എന്ന് നമുക്ക് തോന്നും. അങ്ങനെ ഓരോ ഫന്നിലുള്ള കിതാബുകൾ ദർസ് നടത്തുമ്പോൾ എന്നോട് തന്നെ മഹാനാവുന്ന ശൈഖുനാൻ്റെ ചില ദർസുകളെ പറ്റി ചിലർ പറഞ്ഞിട്ടുണ്ട്. ചില ദർസൊക്കെ നടത്തുമ്പോൾ കേട്ട് ഇന്ന് സ്തംഭിച്ചു നിന്നു വലിയ വലിയ ആലിമ്യങ്ങൾ.
അപ്പോൾ അത് ഞാൻ പറയലുണ്ടത് ആരെ പറഞ്ഞു ഇവിടുന്നേ പറഞ്ഞു നോക്കുള്ളത്. അപ്പോൾ ഏതായാലും ആവട്ടെ എന്നതുപോലെ എന്ന് കണ്ണിയത്ത് ഉസ്താദ്. അപ്പോൾ അങ്ങനത്തെ കണ്ണിയത്ത് ഉസ്താദ് ബഹുമാനപ്പെട്ടവരുടെ ഈ ഉറൂസ് എന്ന് പറഞ്ഞത് അത് ആരെന്ത് എതിർത്താലും അത് ഇസ്ലാമിക തന്നെയാണ്. ശരിയാത്തിരി അതിനുള്ള രീതികളുണ്ട്. ഞാൻ പല പ്രാവശ്യം ഇവിടുന്ന് അത് പറഞ്ഞതാണ്. ആ ഉറൂസിനോടനുബന്ധിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ ആദരിക്കാൻ വേണ്ടി മഹത്തുക്കളാവുന്ന മുഖദ്ദസാവുന്ന അർവാഹകൾ മുഴുവനും സമ്മേളിച്ച ഒരു സ്ഥലമാണിത്. ഇവിടുന്ന് നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ നമ്മൾ മാത്രമല്ല ആമീൻ പറയുന്നത്. അതുകൊണ്ടാണ് ജനങ്ങൾ ആമീൻ ദ്വാരക്കാൻ വേണ്ടി ഇവിടെ വസിയത്ത് ചെയ്യണത്, അല്ലെങ്കിൽ ഇവിടെ ഇടപാട് ചെയ്യണത്. എല്ലാവരും പല സംഭാവനകളും മറ്റും അർപ്പിച്ചു കൊണ്ടിട്ട് ഇന്നെ പ്രശ്നങ്ങളുണ്ട് ദ്വാ ചെയ്യുന്നതിനാണ് പറയുന്നത്. അത് ഇവിടെ നമ്മൾ മാത്രമല്ല, ഈ ദ്വായിൽ നമ്മളോട് കൂടെ ആമീൻ പറയാൻ ലോകത്തുള്ള സർവ്വ മുഖദ്ദസ്തായ അർവാഹികളും ഈ സാഹസിലുണ്ടാവും. ഇതുപോലെയുള്ള എല്ലാ ഉറൂസുകളിലും ഉണ്ടാവും. അപ്പം മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാ അവരോടുള്ള ആദരവ് ബഹുമാനം കണക്കിലെടുത്തു കൊണ്ടിട്ട് അവർ മരണപ്പെട്ട് 1 വർഷം കഴിയുമ്പോഴോ 2 വർഷം കഴിയുമ്പോഴൊക്കെ ഒരു പ്രത്യേകമാവുന്ന സിയാറത്ത്, ആ സിയാറത്തിൻ്റെ സ്വഭാവം നമ്മൾ സുന്നികൾ ചെയ്യുന്ന സിയാറത്ത് തന്നെ ആവണം. ഫാത്തിഹ പറഞ്ഞിട്ട് അത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസ് മനസ്സിലായതാണ്. ഞാൻ പലപ്പോഴും അത് പറയലുണ്ട്. അത് എങ്ങനെയാണ് ഫാത്തിഹ പറയണം, പിന്നെ ഇതിന് ശേഷം ഖബറിൽ നിന്ന് ഓതൽ, സുന്നത്തായ സൂറകൾ ഏതുണ്ടോ അതൊക്കെ ഓതുക. അത് കഴിഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യുക. അതാണ് ഇമാം ബുഖാരി തങ്ങൾ തന്നെ സ്വലാത്തഹു അലൽ ജനാസത്തിന്ന് 8 വർഷം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും സിയാറത്ത് ചെയ്യലുണ്ട്. ഇത് 8 വർഷം പ്രത്യേക ഒരു സിയാറത്ത് ഉണ്ടാക്കിയ റസൂലുള്ളാഹി. അത് എന്തിനു വേണ്ടിയാണ്? ഈ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ ആ സിയാറത്തിലുള്ള സ്വഭാവം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഫൈന തുതക്കിറുൽ ആഖിറ എന്ന് പറഞ്ഞിപ്പോൾ ചിലർ ഞാൻ നാളെ എവിടെ കയറി വരുമ്പോൾ കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ ഖബറിൻ്റെ അടുത്ത് പോയിക്കണം. അപ്പം എന്നോട് പറഞ്ഞു അത് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാരാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഖബർ സിയാറത്ത് തുടങ്ങിയിരിക്കണം. അവിടെ ഇങ്ങനെ അതിൻ്റെ മുറ്റത്ത് ഖബറിൻ്റെ അടുത്ത് പോയി തലയും കാട്ടി നിൽക്കുന്നുണ്ട്. അപ്പം തലയും കാട്ടി നിൽക്കാൻ കുഴപ്പമില്ല, അതൊരു വകുപ്പ് തന്നെയാണ്. ഫൈന അത് പൊതുവുള്ള ഒരു സംഭവം റസൂൽ പറഞ്ഞു എന്നുള്ളൂ. ഏത് ഖബറിങ്ങൾ ചെന്ന് ദുആ ചെയ്യുമ്പോഴും അവിടെ ചെന്ന് നിന്നാൽ എന്തുണ്ടാവും? തുതക്കിറുൽ ആഖിറ, ആഖിറത്തിനെ സംബന്ധിച്ചുള്ള ബോധം ഉണ്ടാക്കും. പക്ഷെ ചെയ്യേണ്ട സ്വഭാവം എങ്ങനെയെന്നുള്ള റസൂല പിന്നീട് 8 വർഷം കഴിഞ്ഞതിന് ശേഷം ആ ഉഹദ് ശുഹദാവിനെ സിയാറത്ത് ചെയ്തുകൊണ്ട് റസൂല കാണിച്ചു തന്നു. അതാണ് സുന്നികളാവുന്ന നമ്മൾ ചെയ്യുന്നത് വരെ. ഇതൊക്കെ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്യാണ്. അല്ലെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും മാസികകളിലോ മറ്റോ എഴുതിയതല്ല യഥാർത്ഥത്തിൽ. അതിലൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ മഹാന്മാരാവുന്ന ഇതുപോലുള്ള പണ്ഡിതന്മാർ, നമ്മളെ മഹാന്മാരാവുന്ന ഉസ്താദന്മാർ, അവർ പരമ്പരാഗതമായി വിശുദ്ധമാവുന്ന ദീനിനെ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി മനസ്സിലാക്കിയവരാണ്. അപ്പോൾ അവർ മനസ്സിലാക്കി തന്ന ആ റൂട്ടിൽ കൂടി തന്നെ സഞ്ചരിക്കണം. ആ സഞ്ചാരമാണ് ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികം ഈ വരുന്ന 2026 ഫെബ്രുവരി ആദ്യവാരത്തിൽ 4 മുതൽ 8 വരെയുള്ള തീയതിയിൽ ഒരു അന്താരാഷ്ട്ര സ്വഭാവത്തിലുള്ള സമ്മേളനം കുനിയിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടുകയാണ്. എല്ലാവരും അതിനോട് സഹകരിക്കണം. എല്ലാവരും അത് വിജയിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. അതിനു വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവരിൽ നിന്നുണ്ടാവണം. സമസ്തനെ സ്നേഹിക്കുന്നവരിൽ നിന്നാവണം. കണ്ണിത്തുസ്താദിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരിൽ ഉണ്ടാവണം. മഹാനാവുന്ന ശൈഖുനാ ശംസുലമയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മറ്റുള്ള നമ്മളെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉലമാവിനോടും അതിൻ്റെ നേതാക്കന്മാരോടൊക്കെ ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ടതായ ഒരു ബാധ്യതയാണെന്ന് എല്ലാവരെയും ഉണർത്തിക്കൊണ്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സംരംഭം അള്ളാഹു കബൂൽ ചെയ്യട്ടെ. മഹാനാവുന്ന കടിയത്ത് ഉസ്താദ് അവരുടെ ദർജനെ അള്ളാഹു സുഖത്തിൽ ഉയർത്തി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവരുടെ മക്കളാവുന്ന കുഞ്ഞുമോനും അടുത്ത കുട്ടിയൊക്കെ ഇവിടെ ഉണ്ട്. അവർക്കൊക്കെയുള്ള ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുള്ള ഖൈറിനെയും ബർക്കത്തിനെയും അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കട്ടെ. അവരോടൊക്കെയുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ നമ്മളൊക്കെ നിലനിർത്തണം. ബഹുമാനപ്പെട്ട കണ്ണീർ ഉസ്താദിൻ്റെ മക്കളാണ്. അപ്പോൾ അവരെ സ്നേഹിക്കണം. അത് ഉസ്താദിന് സന്തോഷമായിരിക്കും. അപ്പോൾ ആ നിലക്ക് അവരോടൊക്കെ സ്നേഹവും ആദരവും ഒക്കെ ഉണ്ടായിക്കൊണ്ടിട്ട് ഈ സ്ഥാപനത്തിനെ ഉയർത്താൻ വേണ്ടി അതിനെ ഉയർത്താൻ ആവശ്യമാവുന്ന ഏത് പ്രവർത്തനങ്ങളും നമ്മളൊക്കെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അഭിമാനിക്കപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിക്കൊണ്ട് ഈ സ്ഥാപനത്തിനെ വളർത്തുന്നതിൽ ഇവിടെയുള്ള ഓരോരുത്തരും പങ്കാളികളാവണമെന്ന് എല്ലാവരോടും ഉണർത്തിക്കൊണ്ടിട്ട് അള്ളാഹു ഈ നമ്മുടെ ഈ സംഗമം കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.